ഞാൻ പ്രണവേട്ടനെ നോക്കി, എന്നെ തന്നെ നോക്കി. ഏട്ടനും ഒരു നിമിഷം കണ്ണുകൾ ഉടുക്കിയതല്ലാതെ കട്ടിലിരിക്കുന്ന എന്നോട് വേറെ ഒന്നും പറയാതെ ഏട്ടൻ ഷെൽഫ് തുറന്ന് എന്തോ നോക്കിക്കൊണ്ട് നിന്നു. പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി. പിന്നിൽ എൻ്റെ സാമീപ്യം അറിഞ്ഞിട്ടും തിരിഞ്ഞു നോക്കാതെ നിന്നു. ഇനിയും ആ മനസ്സിലെ അവഗണന സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് പിന്നിൽ നിന്ന് ഞാൻ മുറുകെ പ്രണവേട്ടനെ കെട്ടിപ്പിടിച്ചു. ഒന്നും പ്രതികരിക്കാതെ കുറച്ചു സമയം ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നു. പ്രണവേട്ടൻ തിരിഞ്ഞപ്പോൾ അല്പം കുറ്റബോധത്തോടെ ഞാൻ ആ മുഖത്ത് നോക്കി. എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? ആ ചോദ്യം കേട്ട് ഒന്നും പറയാതെ പ്രണവേട്ടൻ നിന്നു. തെറ്റ് തന്നെയാ ചെയ്തത്, സമ്മതിച്ചു. പക്ഷേ എല്ലാം ഞാൻ ഇന്നലെ തുറന്നു പറയാൻ തീരുമാനിച്ചതായിരുന്നു. ഒന്നും നേരത്തെ പറയാതിരുന്നത് പേടിച്ചിട്ടാണ്. വീണ്ടും വീണ്ടും ഞാൻ പഴയ പോലെ നിന്നോട് പെരുമാറുമെന്ന് വിചാരിച്ചിട്ട്. മൗനത്തിന് വിരാമിട്ടുകൊണ്ട് പ്രണവേട്ടൻ സംസാരിച്ചു തുടങ്ങി. ഇവിടെ എനിക്ക് മാത്രമല്ല എല്ലാവർക്കും പ്രിയ ജീവനായിരുന്നു. അവരുടെ മരണത്തിൽ മനംനൊന്ത് കഴിയുന്നവർ തന്നെയാ ഇവിടെയുള്ള എല്ലാവരും. വീണ്ടും എന്നെ ചേർത്ത് നിർത്തി ഏട്ടൻ തുടർന്നു. നിന്റെ അച്ഛന് ഒരു കയ്യബദ്ധം മൂലമാണ് പ്രിയ മരിച്ചതെന്ന് അറിഞ്ഞിട്ടും പ്രവീണരും രോഹിണി ചേച്ചിയെ വെറുത്തോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ എനിക്ക് നീയും. ഒന്നിൻ്റെ പേരും നിന്നെ വെറുക്കാനോ മറക്കാനോ എനിക്ക് പറ്റില്ല. പക്ഷെ നീ ആ കണ്ണിലെവിടെയോ നനവ് പറ്റുന്നത് ഞാൻ കണ്ടു. പക്ഷേ നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ല. മനസ്സിലാക്കിയിരുന്നെങ്കിൽ എല്ലാം എന്നോട് നേരത്തെ തുറന്നു പറയുമായിരുന്നു. മകളുടെ ജീവിതം കൈവിട്ട് കളയരുത് എന്ന് പറഞ്ഞ് നിന്റെ അച്ഛന് എൻ്റെ മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടിയും വരില്ലായിരുന്നു. അച്ഛനാണോ അപ്പോൾ എല്ലാം ഏട്ടനോട് പറഞ്ഞത്? എല്ലാം ഒരു നാൾ ഞാൻ അറിയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാവാം നിന്റെ അച്ഛൻ കമ്പനിയിൽ വന്ന് എല്ലാം എന്നോട് പറഞ്ഞത്. പക്ഷേ അപ്പോഴും എനിക്ക് അറിയേണ്ടിയിരുന്നത് എല്ലാം നിനക്ക് നേരത്തെ അറിയായിരുന്നു എന്ന് മാത്രമായിരുന്നു. അത് പ്രിയ ഏട്ടന് എത്രത്തോളം ഇഷ്ടമാണ് എന്ന് അറിയാവുന്നത് കൊണ്ട്. അവളെപ്പോലെ അല്ലെങ്കിൽ മറ്റാരെക്കാളും ഞാൻ സ്നേഹിക്കുന്നത് നിന്നെയാ. വേദനയോടെ ഉറച്ച് എന്നെ ചേർത്ത് പിടിച്ചു പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു, ഒപ്പം മനസ്സും. സോറി, അത്രയും മാത്രം പറയാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ. വീണ്ടും ഒന്നും പറയാതെ തിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോൾ മുമ്പിൽ തടസ്സമായി ഞാൻ നിന്നു. വീണ്ടും മാറിപ്പോകാൻ തുടങ്ങിയപ്പോൾ അതേപോലെ വീണ്ടും നിന്നു. ഗായത്രി അറിഞ്ഞപ്പോൾ ഒന്നും തുറന്നു പറഞ്ഞില്ല. തെറ്റാണ്. പക്ഷേ ഇങ്ങനെ പിണങ്ങി നടക്കാൻ മാത്രം വലിയ തെറ്റാണോ? വലിയ തെറ്റ് തന്നെയാ. അല്ലെങ്കിൽ മറ്റൊരു പേരും പറയാം, ചതി. എന്നാലും അതിലും വലിയ ചതി പ്രണവേട്ടൻ തന്നെയാ എന്നോട് ചെയ്തത്. ഞാൻ എന്ത് ചതി നിന്നോട് ചെയ്തെന്നാ? എൻ്റെ പഠിത്തം തുടരാൻ വേണ്ടി ഇപ്പോൾ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് പറഞ്ഞ അതേ ആൾ തന്നെ വയറ്റിലൊരു കുഞ്ഞിനെ തന്നത് ഒരു ചതി തന്നെയാ. വീണ്ടും എന്തോ മറുത്തു പറയാൻ തുടങ്ങിയ ഏട്ടൻ ഒന്ന് അമ്പരന്നു. വാ തുറന്ന് വാക്കുകൾക്ക് വേണ്ടി തിരയുന്ന പ്രണവേട്ടന് മുമ്പിൽ ഞാൻ ടേബിളിൽ നിന്നും എൻ്റെ സ്കാനിംഗ് റിപ്പോർട്ട് എടുത്ത് നീട്ടി. അപ്പോഴും മൊത്തത്തിൽ ഞെട്ടി നിൽക്കുന്ന പ്രണവേട്ടനെ ഒരിക്കൽ കൂടി എൻ്റെ മുഖത്ത് നോക്കിയതിനു ശേഷം റിപ്പോർട്ടിൽ നോക്കി. അപ്പോൾ ആ കണ്ണുകളിൽ പല ഭാവങ്ങൾ വിരിഞ്ഞു. പതിയെ ആ മുഖത്ത് നേരത്തെ സ്ഥാനം പിടിച്ചിരുന്ന ദേഷ്യവും സങ്കടവും എവിടേക്കോ മാഞ്ഞു പോയിരുന്നു. റിപ്പോർട്ടിൽ നിന്നും കണ്ണെടുത്ത് എൻ്റെ മുഖത്തേക്ക് നോക്കി. അച്ഛനാവാൻ പോവുക. ആ വാക്കുകൾ കേട്ട് ഇപ്പോൾ ശരിക്കും ആ കണ്ണ് നിറഞ്ഞു. ഇന്നലെ എല്ലാം തുറന്നു പറയുന്നതിനൊപ്പം കുഞ്ഞിൻ്റെ കാര്യവും പറയാനിരിക്കുമായിരുന്നു. ആദ്യം പ്രണവേട്ടൻ തന്നെ അറിയണമെന്ന് തോന്നി. അതുകൊണ്ട് വേറെ ആരോടും പറഞ്ഞതുമില്ല. പക്ഷേ ഇന്നലെ പിന്നെ ഒന്നും പറയാതെ തല കുനിച്ച് ഞാൻ നിന്നു. പ്രണവേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്നു. പതിയെ ആ കൈകൾ കൊണ്ട് എൻ്റെ മുഖം ഉയർത്തി. ആദ്യം നെറ്റിയിൽ ഒരു ചുംബനമായിരുന്നു കിട്ടിയത്. നീയും കൂടെ സമ്മതിച്ചുകൊണ്ടല്ലേ ഞാൻ ചതിച്ചു പോയത്? മങ്ങിപ്പോയ പുഞ്ചിരി വീണ്ടും ആ മുഖത്ത് വരുത്തി പറഞ്ഞപ്പോൾ എൻ്റെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു. ഇപ്പോൾ പിണക്കം മാറിയോ? മറുപടിയായി എന്നെ ആ നെഞ്ചിൽ ചേർത്ത് നിർത്തി. ഒരു കൈ കൊണ്ട് എന്നെ ചേർത്ത് നിർത്തുമ്പോൾ മറുകൈ കൊണ്ട് സാരിയുടെ ഇടയിലൂടെ എൻ്റെ വയറ്റിൽ പതിയെ തഴുകി. അടുത്ത ദിവസം രാവിലെ മുറക്ക് പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും പഴയതുപോലെ ശാന്തമായി കഴിഞ്ഞിരുന്നു. പ്രണവേട്ടൻ്റെ ഓരോ നോട്ടവും തലോടലും എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. എന്താ അപ്പച്ചി ഇന്ന് പതിവില്ലാത്തൊരു സന്തോഷം? ചായ കുടിച്ചിരുന്നപ്പോൾ ഋഷി അമ്മയോട് ചോദിച്ചു. കാരണമുണ്ടല്ലോ, ഈ വീട്ടിൽ ഒരാളും കൂടെ വരാൻ പോകുകയല്ലേ. അമ്മ എന്നെയും അടുത്തിരിക്കുന്ന പ്രണവേട്ടനെയും നോക്കി പറഞ്ഞു. ആ, രോഹിണി ചേച്ചിയുടെ മാസം അടുത്തല്ലോ, അതാണല്ലേ ഈ സന്തോഷം. ഒപ്പം ഒരാളുടെ മാസം തുടങ്ങിയിട്ടും ഉണ്ടല്ലോ. അമ്മ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാവാതെ ഋഷി ഇരുന്ന് ചായ കുടിച്ചു. ഡാ, ഗായത്രിയും അമ്മയാൻ പോവുകയാണ്. അത് കേട്ടതും അവൻ കുടിച്ചുകൊണ്ടിരുന്ന ചായ അറിയാതെ അവൻ്റെ മുമ്പിലിരുന്ന് പത്രം വായിച്ചുകൊണ്ടിരുന്ന പ്രവീണറ്റിൻ്റെ മുഖത്ത് തുപ്പി. എന്തടാ കോപ്പ ഇത്? പ്രവീണറ്റൻ അവനെ നിർത്താതെ തെറി പറഞ്ഞുകൊണ്ടിരുന്നതും ഒന്നും ശ്രദ്ധിക്കാതെ അവൻ ആദ്യം എൻ്റെ മുഖത്തേക്ക് നോക്കി. സത്യമാണോ എന്ന രീതിയിൽ മുഖം കൊണ്ട് ചോദിച്ചപ്പോൾ അതേ എന്ന രീതിയിൽ ഞാൻ തലയാട്ടി. അടുത്തത് പണി പറ്റിച്ചല്ലോ എന്ന രീതിയിൽ പ്രണവേട്ടനെ നോക്കിയപ്പോൾ തിരികെ ഏട്ടനൊരു പുഞ്ചിരി സമ്മാനിച്ചു. അപ്പോഴാണ് അവൻ അവിടെ പ്രവീണേട്ടനെ ശ്രദ്ധിച്ചത്. അയ്യോ, എന്തു പറ്റിയേട്ടാ? ഇവിടെ വെള്ളമില്ലാത്തത് കൊണ്ടാണോ ചായ കുടിച്ച് നിൽക്കുന്നത്? പോടാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവീണേട്ടൻ പോയി. എൻ്റെ ഒരു അവസ്ഥയെ ഋഷി പറഞ്ഞപ്പോൾ അമ്മ അവനെ നോക്കി. അല്ല, ഇപ്പോൾ കുടുംബത്തിൽ മുതിർന്നവരേക്കാൾ കൂടുതൽ കുട്ടികളാവാൻ പോവുകയല്ലേ? അച്ഛൻ എന്ന പോസ്റ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം ആയി എനിക്ക്. അവൻ അമ്മയോട് തന്നെ ഇരുന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ചിരി മുഴങ്ങി.
ദിവസങ്ങളും ആഴ്ചകളും കടന്നു പോകുന്നതിനോടൊപ്പം പ്രണവേട്ടൻ്റെ ഉൾപ്പെടെ എല്ലാവരുടെയും സ്നേഹവും കരുതലും ഞാൻ അറിഞ്ഞു. എല്ലാവരുടെയും പ്രതീക്ഷയുടെയും പ്രാർത്ഥനയുടെ ഒടുവിൽ ആ ദിനം എത്തി. ബി കൂൾ മാൻ. രോഹിണിയേട്ടത്തി പ്രസവിച്ചിട്ട് ഇപ്പോൾ ഇങ്ങ് കുഞ്ഞിനെയും കൊണ്ട് വരില്ലേ? ലേബർ റൂമിൻ്റെ മുമ്പിൽ ടെൻഷൻ അടിച്ചിരിക്കുന്ന പ്രവീണേട്ടനോട് ഋഷി തോളിൽ തട്ടി പറഞ്ഞപ്പോൾ ചേട്ടൻ അവനെ ഒന്ന് തറപ്പിച്ചു നോക്കി. ആ, ഓരോന്ന് ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ എന്നെ നോക്കി പേടിപ്പിക്കുന്നു. ഡാ, ഒന്ന് മിണ്ടാതിരിക്ക്. അമ്മയും അച്ഛനും പറഞ്ഞപ്പോൾ അവൻ വാടിച്ച് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓരോ കമൻ്റ് ഇട്ടുകൊണ്ടേയിരുന്നു. പ്രവീണേട്ടൻ്റെ ഭാവങ്ങളെല്ലാം നോക്കി പഠിച്ചോ? കുറച്ചു മാസം കഴിയുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലിരിക്കേണ്ടതല്ലേ? അവൻ പ്രണവേട്ടൻ്റെ ചെവിയിൽ മുറുമുറുത്തപ്പോൾ ഏട്ടൻ അവൻ ഒരു വലിയ കൊട്ടുകൊടുത്തെങ്കിലും ആ മുഖത്ത് വിരിഞ്ഞ പരിഭവം ഞാൻ അറിഞ്ഞു. എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് പ്രണവേട്ടനിരുന്നു. മൊത്തത്തിൽ വെപ്രാളത്തിൽ ഒരറ്റത്ത് പ്രവീണേട്ടനും എല്ലാവരോടും നിർത്താതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് ഋഷിയും. കാത്തിരിപ്പിനൊടുവിൽ അകത്തു നിന്ന് ഭൂമിയിലെ മാലാക കയ്യിലൊരു കുഞ്ഞു മാലാകക്കുട്ടിയായി വന്നു. പെൺകുഞ്ഞാണ്. രോഹിണിയെ കുറച്ചു കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും എന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു. അമ്മയും അച്ഛനും കുഞ്ഞിനെ നോക്കി കൊഞ്ചിക്കുമ്പോൾ പ്രവീണേട്ടൻ കണ്ണു നിറഞ്ഞിരുന്നു. അപ്പോൾ പ്രണവേട്ടൻ്റെ പിടി എന്നിൽ മുറുകിയിരുന്നു. അയ്യോടാ, കുഞ്ഞിനെ കാണാൻ ഏട്ടത്തിയെ പോലെ തന്നെ. മൂക്ക് പ്രവീണേട്ടൻ്റെ, ചുണ്ട്, അങ്ങനെ ഓരോന്നും അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. കുഞ്ഞിനെ തിരികെ നഴ്സിൻ്റെ കയ്യിൽ കൊടുത്തു. അവളെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് നിറഞ്ഞു. എൻ്റെ ചേച്ചി ആഗ്രഹിച്ച പോലെ തങ്കം പോലൊരു പെൺകുഞ്ഞ്. അവൾക്ക് വേണ്ടി ഇടാനുള്ള പേരും ചേച്ചി മുമ്പേ കണ്ടെത്തിയിരുന്നു. പ്രിയക്കുട്ടി, നോക്കിയേ, പാവ. വീട്ടിൽ വന്നതിന് ശേഷം കുഞ്ഞിൻ്റെ കൂടെ തന്നെയായിരുന്നു എപ്പോഴും ഋഷി. ചേച്ചിയെ വീട്ടിൽ നിന്നും എല്ലാ ചടങ്ങും കഴിഞ്ഞ് ഇന്നലെ വന്നു. കുഞ്ഞിൻ്റെ കളിച്ചിരിയിൽ ആ വീട് മുഴങ്ങിക്കൊണ്ടിരുന്നു. നീ എപ്പോഴും കുഞ്ഞിനെ കളിപ്പിച്ച് ചിലപ്പോൾ അവൾക്ക് നിന്റെ സ്വഭാവം കൂടി ആയിപ്പോയോ? അച്ഛൻ പറഞ്ഞപ്പോൾ കുഞ്ഞിനെ പതിയെ കയ്യിലെടുത്ത് ഋഷി അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അതെ, ഇവൾക്ക് എവിടെ ഏറ്റവും ഇഷ്ടം എന്നെയാണ്. കണ്ടില്ലേ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ ഒരു കുസൃതിയും കാട്ടാത്ത അടങ്ങിയിരിക്കുന്നത്. അവൻ അവളെ നോക്കി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞതും അവൾക്ക് ചെയ്യാൻ പറ്റുന്നതോളം അവൾ ചെയ്തു. ഒന്നു രണ്ടും ഒരുമിച്ചാണെന്ന് മാത്രം. അയ്യോ ഏട്ടത്തി, അപ്പച്ചി ഒന്ന് വന്നേ. ഋഷി വിളിച്ചപ്പോൾ രോഹിണി ചേച്ചി വന്നു. ആഹാ, കൊച്ചിച്ചൻ്റെ കയ്യിലിരുന്ന് പണി പറ്റിച്ചല്ലേ? ഓ, കുഞ്ഞിനോട് പിന്നെയും കിന്നാരം ചോദിക്കാം. ഏട്ടത്തി ആദ്യം ഇവിടെ പിടിക്ക്. രോഹിണി ചേച്ചി അവളെ വാങ്ങിച്ചതും അവൻ നേരെ കഴുകാനോടി. സാധാരണ ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം താമസിച്ചു പോകുന്ന പ്രണവേട്ടൻ ഇന്ന് നേരത്തെ കമ്പനിയിൽ പോയി. അന്ന് പ്രണവേട്ടന് മാത്രമല്ല എല്ലാവർക്കും തിരക്കുള്ളതുപോലെ തോന്നി. ഓരോ ചിന്തയിൽ മുഴുകി ഹാളിലിരുന്നപ്പോഴാണ് പ്രതീക്ഷിക്കാതെ എൻ്റെ അച്ഛനും അമ്മയും മുമ്പിൽ വന്നത്. അവർ രണ്ടുപേരും മാത്രമല്ല, പിന്നിൽ നേരത്തെ കമ്പനിയിൽ പോയ പ്രണവേട്ടൻ ഉൾപ്പെടെ എല്ലാവരും എൻ്റെ മുമ്പിലായി വന്നു. ഞാൻ എല്ലാവരുടെയും മുഖത്തേക്ക് ഒന്നും മനസ്സിലാവാതെ നോക്കിയപ്പോൾ പ്രണവേട്ടൻ എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു കവറ് നീട്ടി. ഞാൻ പ്രണവേട്ടൻ്റെയും ഒപ്പം എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. പക്ഷേ മറുപടി കിട്ടിയില്ല. ഞാൻ നീട്ടിയ കവറ് വാങ്ങി. അത് തുറന്നപ്പോൾ മനസ്സിലെവിടെയോ മൂടിക്കിടന്ന സ്വപ്നങ്ങൾ ഉണർന്നു. മുമ്പൊരിക്കൽ നീ ഇത് ഒന്ന് തൊട്ടതിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇനി ജീവിതകാലം മുഴുവൻ ഇത് ഉപയോഗിക്കേണ്ടത് നീ തന്നെയാ. ഒന്ന് നിർത്തിയതിന് ശേഷം ഏട്ടൻ പറഞ്ഞു, ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് എൻ്റെ പിറന്നാൾ. പ്രണവേട്ടൻ്റെ മുഖത്ത് നോക്കിയതിനു ശേഷം ഒരിക്കൽ കൂടി എൻ്റെ കണ്ണ് പാഞ്ഞത് കയ്യിലിരുന്ന സ്റ്റെതസ്കോപ്പിലായിരുന്നു. പക്ഷേ ഇനി ഞാൻ പറയുന്നതിനൊപ്പം കൈ വയറ്റിൽ പിടിച്ചു. അമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. മോളെ, ഗർഭിണിയാകുന്ന സമയത്ത് റെസ്റ്റ് എടുക്കണം, ഭാരമുള്ള ജോലികളൊന്നും പാടില്ല എന്ന് പറയുന്നത് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. പക്ഷേ അതേപോലെ തന്നെ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ശക്തിയാവുന്നതും ഈ സമയത്താണ്. കാരണം 2 ജീവനുകളാണ് ഒരു ശരീരത്തിൽ തുടിക്കുന്നത്. പ്രണവേട്ടൻ്റെ അമ്മയും എൻ്റെ അടുത്തേക്ക് വന്നു. കല്യാണം കഴിഞ്ഞാൽ ജീവിതത്തിൽ അല്പം മാറ്റമൊക്കെ വരുത്താം, സ്വപ്നങ്ങളിലല്ല. അതാണ്, ഗോ ഫോർ ഇറ്റ് ഏട്ടത്തി. എല്ലാവരും എനിക്ക് പ്രചോദനമായി ചുറ്റും നിന്നപ്പോഴും ആദ്യം എൻ്റെ കണ്ണു തിരിഞ്ഞത് പ്രണവേട്ടനിലായിരുന്നു. ഏട്ടൻ എനിക്ക് തന്ന പ്രിയയ്ക്ക് വേണ്ടി വാങ്ങിച്ച സിസ്കോപ്പിൽ നോക്കിക്കൊണ്ട് മുറിയിലിരുന്നപ്പോൾ പ്രണവേട്ടൻ മുറിയിലേക്ക് വന്നു. എൻ്റെ മുഖം കണ്ടതുകൊണ്ടാവാം എൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എനിക്കറിയില്ലായിരുന്നു എൻ്റെ പിറന്നാളാണ് ഇന്ന് എന്നുള്ള കാര്യം. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള ഈ സമ്മാനവും. പ്രണവേട്ടൻ 2 കൈകൊണ്ട് എൻ്റെ മുഖം ചേർത്ത് പിടിച്ചു. ഒരിക്കൽ ഇതുപോലെ എൻ്റെ ഒരു പിറന്നാളിനും നീ എനിക്ക് തന്നത് ഇതിലും വലിയ സമ്മാനമാണ്, നിന്നെ തന്നെ. അപ്പോൾ ഞാനും എന്തെങ്കിലുമൊക്കെ തിരിച്ചു തരണ്ടേ? മുടങ്ങിപ്പോയ പഠിപ്പ് വീണ്ടും തുടങ്ങിക്കോ. സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ട്, ഒപ്പം നമ്മുടെ കുഞ്ഞും. പിന്നെ ഒന്നും പറയാതെ ആ മുഖത്ത് മുത്തയിടുമ്പോൾ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയായിരുന്നു എല്ലാത്തിനും. രാത്രി ഉറക്കം വരാതെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉറക്കമൊഴിഞ്ഞും ക്ഷീണം കൊണ്ട് കിടക്കുമ്പോൾ പുറം തടവി തരാനും നീരുവന്ന കാലുകൾ തടവി എൻ്റെ കൂടെ ചേർന്നിരുന്നു എന്നും എൻ്റെ പ്രണവേട്ടൻ എൻ്റെ കൂടെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയിലും കൂടെ ഉണ്ടായിരുന്നു. അവസാനം ജീവൻ പോകുന്ന വേദനയിൽ എന്നെ ലേബർ റൂമിലേക്ക് കയറ്റുന്നവരെ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന ആ കൈകൾ എനിക്ക് കുറച്ചു നേരത്തേക്ക് നഷ്ടമായി. അസ്ഥികൾ ഒടിഞ്ഞു മുറങ്ങുന്ന പോലത്തെ അവസാനത്തെ അമ്മയെന്നുള്ള വിളി എൻ്റെ നാവിൽ നിന്ന് വന്നതും ഞാൻ കേട്ടു. എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യ കരച്ചിൽ. വേദനയിൽ മുറുകെ പിടിച്ച് ഞാൻ കരഞ്ഞ നഴ്സിൻ്റെ കയ്യിലിപ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് വന്ന ആനന്ദ കണ്ണീർ വീണു.
പ്രിയമോളോടൊപ്പം എൻ്റെ കണ്ണനും കൂടി ആയപ്പോൾ ശരിക്കും ആ വീട് ഞങ്ങളുടെ സ്വർഗ്ഗമായി. എന്നാൽ എക്സാം എഴുതിയപ്പോഴോ റിസൾട്ട് വന്നപ്പോഴോ പതറാതിരുന്ന ഞാൻ ഇപ്പോൾ നിസ്സഹായതയോടെ നിൽക്കുന്നു. മുലപ്പാലിൻ്റെ മണം പോലും പോവാത്ത എൻ്റെ കുഞ്ഞിനെ പിരിഞ്ഞിരിക്കേണ്ടി വരുന്ന കുറച്ച് നിമിഷങ്ങൾ എൻ്റെ മനസ്സിനെ വല്ലാത്ത ആദിയായി. കുഞ്ഞിനെയും മടിയിൽ കിടത്തി ആ ചിന്തകൾ മനസ്സിലൂടെ പാഞ്ഞപ്പോൾ പ്രണവേട്ടൻ അരികിൽ വന്നു. കുഞ്ഞിനെ എടുത്ത് ഏട്ടൻ്റെ നെഞ്ചിൽ കിടത്തിയതിനു ശേഷം എൻ്റെ മടിയിൽ കിടന്നു. ആ മുടിയിൽ എൻ്റെ വിരലുകൾ പാഞ്ഞുകൊണ്ടേയിരുന്നു, ഒപ്പം എൻ്റെ മനസ്സും. ചുമ്മാ ഓരോന്ന് ആലോചിച്ചിരിക്കണ്ട, നാളെ തൊട്ട് നീ കോളേജിൽ പോകുന്നു, അത്ര തന്നെ. എൻ്റെ മനസ്സിലെ പിരിമുറുക്കം അറിഞ്ഞതുകൊണ്ടാവാം ഏട്ടൻ പറഞ്ഞു. എന്നാൽ നമ്മൾ മനസ്സുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹിച്ചാൽ അത് നേടിയെടുക്കാൻ വേണ്ടി ലോകം തന്നെ നമുക്ക് കൂട്ടായിരിക്കുമെന്ന് അറിഞ്ഞ ദിവസങ്ങളായിരുന്നു പിന്നീട് എൻ്റെ ജീവിതത്തിൽ. ഞാൻ കോളേജിൽ പോകുന്ന നേരത്ത് എൻ്റെ അമ്മയും പ്രണവേട്ടൻ്റെ അമ്മയും എൻ്റെ കണ്ണന് വാത്സല്യം നൽകി നോക്കി. അമ്മയുടെ സ്നേഹവും കരുതലോടെ എൻ്റെ അഭാവത്തിൽ രോഹിണി ചേച്ചി ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വീട്ടിൽ കളിക്കൊഞ്ചലുമായി വരുന്ന ഉണ്ണിമോളും കൂടെ ഋഷിയും പ്രിയമോൾക്കുമൊപ്പം കണ്ണനും സഹോദരങ്ങളുടെ കരുതൽ നൽകി. തീരെ അവനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ ക്ലാസ് മുറിയിൽ എൻ്റെ കയ്യിൽ അവനെ കണ്ടപ്പോൾ ഞാനും കണ്ടു. എൻ്റെ സഹപാഠികളുടെയും അധ്യാപകരുടെയും കണ്ണിൽ എനിക്ക് വേണ്ടി തെളിഞ്ഞ അഭിമാനം. എല്ലാത്തിനും ഉപരി എന്നെയും കണ്ണനെയും ജീവനോട് ചേർത്ത് നിർത്തി എൻ്റെ പ്രണവേട്ടനും. മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിന്ന പരിശ്രമത്തിന് ശേഷം ഞാൻ എൻ്റെ വിജയത്തിലെത്തിയപ്പോൾ എനിക്ക് നേരെ ഉണ്ടായ ഓരോ വിജയാശംസകളും ഞാൻ എൻ്റെ പ്രണവേട്ടനും എൻ്റെ കുടുംബത്തിനും നീട്ടി. ഒരു സമയത്ത് ചെറിയമ്മയുടെ കുത്തുവാക്കുകളും കേട്ട് സ്വയം വിധിയെ പഴിച്ചു നിന്നിരുന്ന ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി. നഗരത്തിൽ അറിയപ്പെടുന്ന ഒരു ഡോക്ടർ എന്ന മേൽവിലാസത്തിൽ. ഒപ്പം എല്ലാത്തിനും കൂട്ടായി എൻ്റെ കുടുംബവും പ്രണവേട്ടനും. ഒപ്പം ഞങ്ങളുടെ ജീവിതത്തിന് കൂടുതൽ മധുരം നൽകി ഞങ്ങളുടെ കണ്ണനും. ആൻറ്റി. 6-7 വർഷങ്ങൾ പിന്നിലോട്ട് സഞ്ചരിച്ച എൻ്റെ ചിന്തകൾ ഉണർന്നത് ആ വിളി കേട്ടായിരുന്നു. നോക്കിയപ്പോൾ ഒരു കുട്ടി. ആൻറ്റി. അവൻ വീണ്ടും കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എന്താ മോനെ, എന്താ കരയുന്നേ? ആൻറ്റി. പ്രത്യൂഷ് എന്നെ നുള്ളി. അവൻ വീണ്ടും കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണു പാഞ്ഞത് അവനെ തേടിയായിരുന്നു. നോക്കിയപ്പോൾ ഡോറിൻ്റെ സൈഡിൽ തന്നെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് നിൽപ്പുണ്ട് ആൾ. കണ്ണാ, ഇവിടെ വാ. എൻ്റെ ഗൗരവത്തിൽ വിളി കേട്ട് അവൻ അടുത്തേക്ക് വന്നു. അപ്പോഴും എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന അവനെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്. നീ ഇവനെ തല്ലിയോ? തല്ലിയില്ലമ്മേ, നുള്ളി. എന്തിനാ നുള്ളിയത്? അത് പ്രിയ ചേച്ചിയെ കളിയാക്കുമ്പോൾ ഇവൻ തള്ളിയിട്ടു. ഞാൻ അറിഞ്ഞുകൊണ്ട് തള്ളിയിട്ടതല്ല ആൻറ്റി. ആ സാരയില്ല കണ്ണ, സോറി പറഞ്ഞേ. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് തലയാട്ടി. അച്ഛൻ്റെ അതേ വാശി അതുപോലെ കിട്ടിയിട്ടുണ്ട്. അവനെ വഴക്ക് പറഞ്ഞുകൊണ്ട് നിന്നപ്പോഴാണ് പ്രിയമോൾ അവിടേക്ക് വന്നത്. അവളെ കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് ചാഞ്ഞു. മാസങ്ങളുടെ വ്യത്യാസമാണ് അവർ തമ്മിലുള്ളതെങ്കിലും കണ്ണന് പ്രിയ ചേച്ചിയാണ്. ചെറിയമ്മേ, അമ്മ വിളിക്കുന്നു. മോളെ, നീ തന്നെ ഇവനോട് പറഞ്ഞേ സോറി പറയാൻ. ഞാൻ പറഞ്ഞത് കേട്ട് പ്രിയമോൾ കണ്ണനോട് തിരിഞ്ഞു. കണ്ണ, സോറി പറ. അവൾ പറഞ്ഞപ്പോൾ മനസ്സില്ല മനസ്സോടെ കണ്ണൻ സോറി പറഞ്ഞു. സോറി. എല്ലാവരും ചെല്ല്, ഇനി വഴക്ക് കൂടരുത് എന്ന് പറഞ്ഞപ്പോൾ കുട്ടികൾ പോയി. പ്രവീണേട്ടൻ്റെ ശാന്തതയാണ് പ്രിയമോൾക്ക് കിട്ടിയതെങ്കിൽ പ്രണവേട്ടൻ്റെ ദേഷ്യമാണ് കണ്ണന് കിട്ടിയത്. പക്ഷേ കുഞ്ഞുങ്ങളാണെങ്കിലും അവർ തമ്മിലുള്ള ആത്മബന്ധം വലുതായിരുന്നു. ഞാൻ പൂക്കളുമായി രോഹിണി ചേച്ചിയുടെ അടുത്തേക്ക് പോയി. ഓഡിറ്റോറിയം ഏതാണ്ട് നിറഞ്ഞിരുന്നു. അല്ല, നീ ആരുടെ ഒപ്പാണ് നിൽക്കുന്നത്? പെണ്ണിൻ്റെ കൂടെയാണോ പയ്യൻ്റെ കൂടെയാണോ? രോഹിണി ചേച്ചിയായിരുന്നു ചോദിച്ചത്. ശരിയാണല്ലോ, ഗായത്രിക്ക് 2 കൂട്ടരുടെ ഭാഗത്ത് നിൽക്കാം, പ്രവീണേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പോൾ പ്രണവേട്ടൻ എന്നെ പിന്നിലായി വന്ന് ആരും കാണാതെ ചെവിയിൽ പറഞ്ഞു, സുന്ദരിയായിട്ടുണ്ട്. അയ്യടാ, ഓ നീ വലിയ ഡോക്ടറായിപ്പോൾ നമ്മളെയൊന്നും വേണ്ടല്ലോ. ഇതിപ്പോൾ ഞാനൊന്ന് പിണങ്ങിയ പ്രണവേട്ടൻ മുമ്പിലിടുന്ന സ്ഥിരം ഡയലോഗാണ്. ഞാൻ വയറ്റിൽ ഒരു കുത്തു കൊടുത്തു. അല്ല, കല്യാണ പയ്യനെവിടെ? പ്രണവേട്ടൻ ചോദിച്ചപ്പോൾ കുറച്ച് മാറി അവനെ കണ്ടു. അവൻ്റെ ചുറ്റും കുട്ടിപ്പട്ടാളത്തെയും കണ്ണനെയും പ്രിയയും ഒപ്പം ഗംഗച്ചേച്ചിയുടെ 2ാമത്തെ കുട്ടി അപ്പുവിനെയും ഇവരുടെ എല്ലാവരുടെയും ലീഡറായ ഉണ്ണിമോളെയും. എൻ്റെ പിള്ളേരെ, എനിക്കൊരു 30 സെക്കൻഡ് താ, ഞാനൊന്ന് കല്യാണം കഴിച്ചോട്ടെ. പിള്ളേരുടെ ബഹളം കാരണം അവൻ പറയുന്നുണ്ടായിരുന്നു. ഞാൻ റൂമിലേക്ക് പോയി. ചുവന്ന പട്ടിൽ മുല്ലപ്പൂ ചൂടി നിൽക്കുന്ന എൻ്റെ സ്വാതി. അന്ന് അവരുടെ ജീവിതത്തിൽ നടന്ന ആ ദുരന്തമൊഴിച്ച പിന്നെ അവരുടെ കണ്ണുകൾ അങ്ങനെ നിറഞ്ഞിട്ടില്ല. അല്ല, നിറയാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടില്ല ഋഷി. എൻ്റെ കാലിൽ വീണ് പുതിയ ജീവിതം തുടങ്ങാൻ വേണ്ടി അനുഗ്രഹം വാങ്ങിയപ്പോൾ അവളെ എണീപ്പിച്ച് നെറ്റിയിലൊരു മുത്തം നൽകി. ആ, ഇവിടെ നിൽക്കുകയാണോ? വന്നേ, മുഹൂർത്തമായി. രോഹിണി ചേച്ചിക്കൊപ്പം ഞങ്ങൾ മണ്ഡപത്തിലേക്ക് പോയി. അച്ഛനും അമ്മയും എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അവരുടെ അനുഗ്രഹത്തോടെ സ്വാതി ഋഷിക്ക് സ്വന്തമായി. വർഷങ്ങൾ നീണ്ടുനിന്ന അവരുടെ പ്രണയം പൂവണിഞ്ഞു. ഓക്കെ, ഫാമിലി ഫോട്ടോ എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നിന്നു. ഡാ, ഋഷി സ്വാതിയുടെ മുഖത്ത് നോക്കാതെ ഫ്രെയിമിലേക്ക് നോക്കടാ. പ്രവീണേട്ടനെ പ്രതീക്ഷിക്കാതെയുള്ള കൗണ്ടർ ഞങ്ങളെല്ലാവരും ചിരിപ്പിച്ചു പോയി. കറക്റ്റായിട്ട് അപ്പോൾ തന്നെ ഫോട്ടോയും ക്ലിക്കായി. എന്താ ആലോചിക്കുന്നേ? നമ്മുടെ മോൻ്റെ കാര്യം തന്നെ. അപ്പോൾ എൻ്റെ നേർക്ക് തിരിഞ്ഞിടുന്നോണ്ട് ചോദിച്ചു. കണ്ണനെക്കുറിച്ചോ? ഈ ചെറുപ്രായത്തിലെ അച്ഛൻ്റെ അതേ ദേഷ്യവും വാശിയും അവനുണ്ട്. അപ്പോൾ പ്രണവേട്ടനൊന്ന് ചിരിച്ചു. നീ
സങ്കടപ്പെടണ്ട. നമ്മുടെ അടുത്ത കൊച്ചിന് നിന്റെ സ്വഭാവമായിരിക്കും. അയ്യടാ, മനസ്സിലിരിപ്പ് കൊള്ളാലോ. അപ്പോൾ പ്രണവേട്ടൻ എന്നെ ചേർത്ത് കിടത്തി. കുറച്ച് സമയം ഞങ്ങൾ അങ്ങനെ തന്നെ കിടന്നു. ഇപ്പോൾ പോകാം? ഓക്കെ, ഞാൻ റെഡി. പിന്നെ സമയം കളയാതെ ഞങ്ങൾ ഇറങ്ങി. പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി അമ്മയുടെയും അച്ഛൻ്റെയും മുറിയുടെ വാതിൽ തുറന്നു നോക്കി. അവരുടെ നടക്ക് സുഖമായി കണ്ണൻ കിടന്നുറങ്ങുന്നു. അവൻ അവരുടെ കൂടെ കിടക്കുമ്പോൾ ഞാനും പ്രണവേട്ടനും രാത്രി എങ്ങനെ അവിടേക്ക് പോകും? വീണ്ടും കമ്പനി കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ദീപത്തിൽ മുങ്ങിക്കിടക്കുന്ന നഗരത്തെ കണ്ട് ഒരു നിമിഷം കണ്ണടച്ചു. അപ്പോൾ എന്തോ എപ്പോഴോ വിട്ടുപോയ ചിലരുടെ മുഖം മനസ്സിൽ വന്നു. കള്ളം കുടിച്ച് നടന്നിരുന്ന സ്വാതിയുടെ അച്ഛനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാമുകനൊപ്പം ഒളിച്ചോടിപ്പോയ വീട്ടമ്മയുടെ ജഡം റെയിൽവേ ട്രാക്കിൽ കണ്ടു എന്ന വാർത്ത ഒരല്പം പോലും എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചില്ല. കാരണം ആ ജഡത്തിന് ചെറിയമ്മയുടെ മുഖമായിരുന്നു. അതിൻ്റെ ഒപ്പം പെണ്ണ് എന്ന വാക്കിന് കാമത്തിൻ്റെ കണ്ണു മാത്രം കണ്ട സ്വാതിയോട് പെരുമാറിയവൻ ഇന്നും ജീവിക്കുന്നു. ജീവച്ഛവമായി. ഒന്ന് നേരെ ബാത്റൂമിൽ പോകാൻ പോലും കഴിയാതെ. പിന്നിൽ നിന്നും കവിളിൽ ഒരു ചുംബനം കിട്ടിയപ്പോൾ കണ്ണു തുറന്നു. വീണ്ടും എന്താ ഒരു ആലോചന? ഞാൻ പ്രണേട്ടൻ്റെ നേർക്ക് തിരിഞ്ഞു. ചുമ്മാ നാളത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത്. നാളത്തെ കാര്യം നാളെ, ഇന്നത്തെ സന്തോഷം ഇന്ന് എന്ന് പറഞ്ഞ് ആ ചുണ്ടുകൾ എന്നോട് ചേർന്നു. എല്ലാം മറന്ന് ഞങ്ങൾ നിന്നപ്പോൾ ഞങ്ങളെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് മേലെ താരകങ്ങളും. ചെറിയ പിണക്കങ്ങളും അതിലേറെ വലിയ ഇണക്കങ്ങളുമായി ഞങ്ങളുടെ ജീവിതം തുടർന്നുകൊണ്ടേയിരുന്നു. എൻ്റെ ജീവിതാനുഭവം കൊണ്ട് ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ജീവിതം നിർത്താതെ നമുക്ക് എത്ര ദുഃഖങ്ങളും ദുരന്തങ്ങളും തന്നാലും തളരരുത്. പൊരുതി നിൽക്കുന്നവർക്ക് അതേ ജീവിതം തന്നെ എവിടെയോ കാത്തുവച്ചിരിക്കുന്ന ഒരു നല്ല കാലമുണ്ട്.